നമ്മൾ ഇന്ന് ഒരു പുതിയ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഒരു ബോട്ടിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് ഒരു 3D മോഡിൽ നമുക്ക് എങ്ങനെ ഒരു ബോട്ടിൽ, അതായത് ഒരു കൊക്കക്കോല ബോട്ടിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കൊക്കക്കോളയുടെ ഒരു ബോട്ടിലിന്റെ ഇമേജ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പൊ നമുക്കൊരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഷോർട്ട് Ctrl+O ആണ്. എന്തൊക്കെ അതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ആണ് ഇത്. നമ്മുടെ ഒരു ഫോൾഡറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഞാൻ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് തൽക്കാലം ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. Ctrl+0 പറഞ്ഞ് നമ്മുടെ ആർപ്പണിൽ നിന്ന് ഫിറ്റ് ഓൺ സ്ക്രീനിലേക്ക് ഒന്ന് വലുതാക്കി വെക്കാം. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തതിനു ശേഷം നമ്മുടെ കോർണറിൽ, അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇമേജിന്റെ കോർണർ സെലക്ഷൻ ആയിരിക്കുന്ന ഏരിയയുടെ കോർണറിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കുറച്ചൊന്ന് ചെറുതാക്കി ഇതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി വെക്കാം. നമുക്ക് ആവശ്യം ഈ ഒരു ബോട്ടിലിന്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിലിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഔട്ട്ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഹാഫ് പോർഷൻ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ വരയ്ക്കാം. നോക്കാം, നമ്മൾ അത്ര ഏരിയ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ വരെ വരച്ചാൽ മതി. തൽക്കാലം നമുക്ക് ഞാൻ ഹാഫ് പോർഷൻ നമുക്ക് മൂട്ടെടുക്കാം. മൂട്ടെടുത്തപ്പോൾ കൊണ്ട് എത്ര ഏരിയ കറക്റ്റായിട്ട് സെലക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ സ്ട്രോക്ക് ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യം നോക്കുക, ഇവിടെയൊക്കെ ഒരു കറവുണ്ടായിരുന്നു അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ഒരു കറവായിരുന്നു ഉണ്ടായിരുന്നു ആ ബോട്ടിലിന്റെ ആ ഒരു ഏരിയയിൽ. തൽക്കാലം ഞാൻ നമ്മുടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിലുള്ള ആ ഒരു ആംഗിൾ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന കഴിയുമ്പോൾ നോക്കുക, നമ്മുടെ ആംഗിൾ പോയിന്റ് തൊട്ടടുത്തിട്ട് ഒരു പോയിന്റ് വരുന്നത് അല്ലേ, ആ ഒരു പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ കറവാക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കുക, നമുക്ക് ഇതിപ്പോ ഒരു ഒറ്റ ഔട്ട്ലൈൻ അല്ലേ, നോക്കി ഇതെല്ലാം ഒറ്റ ഔട്ട്ലൈൻ ആണല്ലേ. നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനാന്ന് നോക്കുക, നമ്മുടെ ഈ ഒരു ബോട്ടിലിന്റെ ക്യാപ്പ് സെപ്പറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടില് സെപ്പറേറ്റ് ആയിരിക്കണം. നമുക്കത് കളർ ചെയ്യേണ്ട പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ക്യാപ്പിന് ഒരു കളറ്, അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലിന് മറ്റൊരു കളറ്, അങ്ങനെ കുറച്ച് പാർട്ടായിട്ട് നമുക്ക് ഇതിനെ തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഞാൻ അതിനായിട്ട് നമ്മുടെ സിസർ ടൂൾ യൂസ് ചെയ്യുന്നതാണ്. സിസർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോക്കുക ഇത്ര ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഏരിയനെ ഞാനൊന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ മൂവ് ടൂൾ എടുക്കാം, എന്നിട്ട് മൂവ് ചെയ്യാം. ഈ ഒരു ഏരിയയിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ നോക്കുക, നമ്മുടെ പെൻ ടൂൾ എടുക്കുന്നുണ്ട്. ഞാനിവിടെ കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഞാനവിടെ കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഫൈൻഡ് Ctrl+Y പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രിവ്യൂ മോഡിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മൂവ് ടൂൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഉണ്ടോ, ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. ഉണ്ടോ, ഇത് സെപ്പറേറ്റ് ആണ്. നോക്കുക, ഇത് സെപ്പറേറ്റ് ആണ്. നോക്കുക, ഈ ഏരിയ സെപ്പറേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സെപ്പറേറ്റ് ചെയ്തേണ്ടോ, ഇത് സെപ്പറേറ്റ് ആയിരിക്കുന്നത് എന്തിനാണ്, നമുക്ക് കണ്ടോ ഈ ഒരു ബോട്ടിൽ കളർ കിട്ടണം. ഈ ഒരു പോർഷൻ സെപ്പറേറ്റ് ആയിരിക്കുന്നത് എന്തിനാണ്, നമുക്ക് കണ്ടോ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏരിയ ആണ്, ഇവിടെ ഒരു ഗ്രേ കളർ കിട്ടണം. അതുപോലെ തന്നെ കണ്ടോ ഇത്രയും പോർഷൻ നമുക്ക് നമ്മുടെ കൊക്കയുടെ ഒരു ഡ്രിങ്കിന്റെ കളർ കിട്ടണം. Registered now. Learning makes you stronger.